നമ്മളവിടെ പോവാ, ഫിഷ് കാണാം അല്ലേ? അങ്ങോട്ട് ഇവിടെ ഫിഷ് കാണാൻ പോവാ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പൊ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ഇപ്പൊ ഫെസ്റ്റ് നടക്കാണ്, മറൈൻ ഫെസ്റ്റ്, സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ. അപ്പൊ ഞങ്ങൾ അത് കാണാൻ വേണ്ടി വന്നാണ്. ഒരുപാട് ഐറ്റംസ്, കുറെ ഫിഷ് ഐറ്റംസും പിന്നെ മെയിൻ ആയിട്ടുള്ളത് മെർമെയ്ഡ് എന്തോ ഷോ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞങ്ങളിത് അതിന്റെ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ സീ വേൾഡിന്റെ കാഴ്ചകളാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴത്തെ ടിക്കർ ചാർജ് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പൊ ഇതാണ് എൻട്രൻസ്. അല്ല, കിടില എൻട്രൻസ്. ഒരു ക്രാബിന്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്. അപ്പൊ ചെറുതായിട്ട് മഴ കൂടി പൊടിക്കുന്നില്ല, ആളുകൾ കുറവാ. അകത്ത് കയറി നോക്കട്ടെ. ഇത് കയറി വരുമ്പോ ആദ്യം കാണുന്നതാണ് ഈ ഒരു വലിയൊരു അക്വേറിയം. പിന്നെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ, മറൈൻ എക്സ്പോ എന്നുള്ളൊരു ഇതുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയേ. പിന്നെ അവിടെ ഒരു മെർമെയ്ഡ്. പിന്നെ ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ ഈ ഫിഷസ് ആണ്. ഒരുപാട് ഇത് കണ്ട, ഈ ഒരു സീബ്ര ടൈപ്പ് ഫിഷ്. എൻ്റെ പേരെന്താണെന്നറിയില്ല. പിന്നെ ഇത് നമ്മുടെ, എൻ്റെ പേര് മറന്നല്ലേ, പേര് സത്യം ഓർക്കുന്നില്ല കേട്ടോ. ഇവിടെ നോക്കിയേ, അച്ഛൻ നോക്കിയേ. എന്താ പൊന്നെ ഇത്? ഈ മീനിന്റെ പേര് സത്യം മറന്നു. ഓസ്കാർ. ഇത് ഓസ്കാർ. അതിന് പല ടൈപ്പ് ഉണ്ട്. അത് ബ്ലൂ ഷെയ്ഡില് ഈ മീനിങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അമ്മമ്മ എന്തുമാത്രം ഫിഷ് അല്ലേ? ഇത് അപ്പുറത്തെ സൈഡിലിട്ടാണല്ലോ. അപ്പൊ നമ്മളെന്തായാലും അതിലെ കൂടി അങ്ങോട്ട് പോകണം. ടണല് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ നോക്കി, ഇത് നോക്കിയാ അമ്മമ്മേ. ഇതില് 2 എണ്ണം. ഒരു പച്ച, ഈ ഒരു റെഡിഷ് കളറില്. നല്ല രസമുണ്ടല്ലേ കാണാൻ? അമ്മമ്മേ, ബിഗ് ഫിഷ് അല്ലേ? ഇത് ബ്ലാക്ക് ഫിഷ്. അയ്യോ, ഫിഷിന് സുണ്ട് കണ്ടോ? ഫിഷിന്റെ സുണ്ട് കണ്ടോ? ഫിഷ് എങ്ങനെ തിന്നുന്നേ? ഞം 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 ഞം. ഫിഷിന് മീശ ഉണ്ടോ? എന്താ മീശ? എന്ത് ഫിഷിന്റെ മുള്ളാണ് അത്. പിന്നെന്താ ഫിഷിന്റെ മീശ അത്. അടുത്ത നമ്മൾ കേറാൻ പോകുന്നത് ടണല്.
നമ്മൾ ആ വരുന്ന വഴിക്ക് കണ്ട ടണലാണ്. അമ്മീമേ ഹായ് nhum 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 cái gì ഉറങ്ങുവാണോ? അയ്യോ പാവം. ഒരു പാട്ട് പാടിക്കൊടുത്തേ അമ്മമ്മ തിന്നുന്നുണ്ടോ? ഫിഷിന്റെ സെക്ഷൻ ഏതാണ്ട് കഴിയാറായെന്ന് തോന്നുന്നു. ടണലിറങ്ങി പിന്നെ ഫിഷിന്റെ ഏരിയ ഉണ്ട്. കഴിയാറായി. അപ്പൊ അവിടെ കുറെ സ്പേസ് കാണുന്നുണ്ട്. എനിക്കൊന്ന് അവിടെ ആയിരിക്കണം ചിലപ്പോ മറ്റേ മറൈൻ മെർമെയ്ഡിന്റെ. ഇതാണ് ഇവിടെ ഞങ്ങളുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള മെർമെയ്ഡ്, മത്സ്യകന്യക. പിന്നെ അത് അപ്പുറത്തൊരു സ്കൂബ ഡൈവ്. അതുകൊണ്ട് വീക്ക് ഡേ ആണെന്ന് വലിയ തിരക്കൊന്നുമില്ല. അമ്മീമോ ബാ ടാറ്റ പറഞ്ഞിട്ടോ. ടാറ്റ. അങ്ങനെ ഫിഷിന്റെ ഏരിയ കഴിഞ്ഞ് ഇനിയിപ്പോൾ പതിവ് പോലെ തന്നെ ഫർണിച്ചറും പിന്നെ സ്റ്റോളുകളൊക്കെ ആയിരിക്കും. ഇത് മെയ് 8 വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ തിരക്കിയപ്പോഴത്തേക്കും 10-40 ദിവസത്തോളം ഉണ്ട്. ഇവിടെ ഇനിയിപ്പോൾ അങ്ങോട്ട് കടകളും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഏരിയ ഒക്കെ ആയിരിക്കും. പ്ലേ ഏരിയ ഒക്കെയാണ്. ഇത് എവിടെ പോവാ? എങ്ങനെ പോയി ഇതിനകത്തൂടെ? എങ്ങനെ പോയി? ഇതിനിടയ്ക്കൂടെ വരട്ടെ? അമ്മ വരട്ടെ? വേണ്ട. ഇവിടെ നമ്മുടെ നോസ്റ്റാൾജിയ ഉണർത്തുന്ന ടൈപ്പ് പഴയ മിഠായി, തേൻ മിഠായിയും. ഇത് പല്ലിലൊട്ടി എന്താ അങ്ങനെ അങ്ങനെ പറയാ? തേൻ മിഠായി, ജീരക മിഠായി. ഓ ദാ ഇവിടെ വന്നപ്പോ ഇവിടെ ഉണ്ട് ഇഗ്വാന. നോക്കി ഇഗ്വാന. ഇതെന്തോ നോക്കി. എന്തോ അത്? ഇവിടെ ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപ.
ഇവിടെ ഇഗ്വാനയുണ്ട്, കിളികളുണ്ട്, പിന്നെ പാമ്പുണ്ട്. നീതു അതേ കിളികളുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇഗ്വാന വേണ്ടേ? നീ അമ്മ എന്തെടുക്കോ? അമ്മീമ്മ ഇതെന്തു ആരാ ഇത്? ആ പയ്യന്റെ കഴുത്തിലുണ്ട് പാമ്പ്. അത് കാണിച്ചത് ശരി, ആളുകൾ കേറത്തില്ല പേടിച്ചിട്ട്. ഓ അമ്മീമ്മ ഇങ്ങോട്ട് നോക്കി. പേടിക്കണ്ട. ആ പേടിക്കണ്ട പേടിക്കണ്ട. പേടിക്കണ്ട മോനെ. അതാ ഇഗ്വാന പേടിച്ചിരിക്കുന്ന കണ്ടില്ലേ? അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഫുഡ് ഏരിയ വന്നപ്പോഴത്തേക്കും കറക്റ്റ് കറണ്ട് പോയി. നമ്മളെ എന്താണ് ഫുഡ് ഏരിയയിലാണ് നമ്മളിപ്പോ. കറണ്ട് ഇപ്പൊ വരുമെന്ന് വിശ്വസിക്കുന്നു. പൊന്നോ കൈ പിടിച്ചു. കറണ്ട് വന്നു. ഇതായിരുന്നു നമ്മൾ കണ്ട ഫുഡ് ഏരിയ. ഇപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. കുടിച്ചാലിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞത് ഈ ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത്. മഴയൊക്കെ പെയ്ത് കാരണം ആൾക്കാർ ആരുമില്ല. പിന്നെ സമയം വൈകി, 10 മണി കഴിഞ്ഞു. അതെ. അപ്പൊ ഞങ്ങളെല്ലാം കണ്ട് ഇറങ്ങി. എന്താ കഴിച്ചു? പിന്നെ നമ്മള് ഐസ്ക്രീം തിന്നല്ലേ? ഐസ്ക്രീം തിന്നു. അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്കാണ്. അപ്പം നമ്മുടെ ഈ അണ്ടർ വാട്ടർ എക്സ്പോ എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതെ, അടിപൊളിയായിരുന്നു. അതെ, നല്ലായിരുന്നു. പിന്നെ 100 രൂപയാണ്. അപ്പൊ ഏതായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. ബൈ ടാറ്റാ.